പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ എൻ്റെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ PA വിശ്വംഭരൻ. ഡോക്ടർ PA വിശ്വംഭരൻ എന്ന് ഞാൻ പറയുന്നത് PhD ആണ്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MA പൊളിറ്റിക്കൽ സയൻസ്, PhD ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്, പിന്നെ അതുകൂടാതെ PG ഡിപ്ലോമ ഇൻ സൈക്കോളജി കൗൺസിലിംഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ സംബന്ധിച്ച് കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കൂടിയാണ്. എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ഞാൻ കുറച്ചു കാലം രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ലൈഫ് പീരീഡിലാണ് KSU യൂത്ത് കോൺഗ്രസ്സൊക്കെ ആയിട്ട് നിന്ന് മത്സരിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനീ പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസറായിട്ട് 25 വർഷത്തോളം ഇന്ത്യയിലെ ഒരു 6ഓളം സംസ്ഥാനത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ 25 വർഷം സർവീസ് കഴിഞ്ഞപ്പോൾ 1996 രാജിവെച്ച് പോന്നു. ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് രാജിവെച്ച് പോന്നു. അത് വേറൊരു കഥയാണ്, അതൊരു വീണ്ട കഥയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം. ഒരു ISR ചാര കേസിനെ സംബന്ധിച്ചിട്ടുള്ള കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ് ഞാൻ. ആ കേസ് നമ്മുടെ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചപ്പോൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, അതിൽ നീതി കാണിക്കാനും വേണ്ടിയാണ് റിസൈൻ ചെയ്ത് കോടതികളിലൊക്കെ കയറി റീഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്ത്, ആ റീഇൻവെസ്റ്റിഗേഷൻ ഓർഡറും നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എല്ലാം ചേർന്ന് അട്ടിമറിച്ച്. അതുകൊണ്ട് ആ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനിപ്പോൾ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ആ സാമൂഹ്യ നീതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 77 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ 77 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഇന്നും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഞാനീ പറഞ്ഞ രീതിയിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് കാലം എൻ്റെ ഇതിനെ സംബന്ധിച്ച് പ്രവർത്തിച്ചിരുന്നു. അതായത് ഇത് വഞ്ചിച്ചപ്പോൾ ധീവര, ഞാനൊരു ധീവര സമുദായത്തിൽപ്പെട്ടൊരു ആളാണ്. ധീവര എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ധീവര സമുദായത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ധീവര എഡ്യൂക്കേഷൻ കൾച്ചറൽ ട്രസ്റ്റ് ഉണ്ടാക്കി കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ ധീവര എന്ന് നമ്മൾ വിളിച്ച് ചെയ്യുന്നത് ഒരു തെറ്റായ ഒരു മണ്ടത്തരം കാര്യമാണ് എന്നെനിക്ക് ബോധ്യമായത്. ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചരിത്രം അറിയണം, ഇന്ത്യയുടെ ചരിത്രം അറിയണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, എപ്പോഴും ചരിത്രം ഇടുന്ന ആരാണെന്ന് അറിയാമോ? വിജയിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ കാലത്ത് ചരിത്രം എഴുതി കഴിഞ്ഞാൽ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നെഗറ്റീവായിട്ട് എഴുതി അവരെ സംബന്ധിച്ചിടത്തോളം അവർ മിടുക്കന്മാരാണെന്ന് എഴുതാനായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഇത് കാലാകാലങ്ങളിലുള്ള കാര്യമാണ്. പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാമോ? ഈ പറഞ്ഞ 1900 ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നവർ നമ്മുടെ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു മതം അഥവാ ഇവിടെ ഈ പറഞ്ഞ വേദങ്ങൾ, പുരാണങ്ങൾ എന്നിവയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ഉത്ഭവം. ആ കഥകൾ എന്ന് പറയുമ്പോൾ പുരാണങ്ങളിൽ, ഇപ്പോൾ വേദങ്ങളിൽ ആദ്യം തന്നെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ഭൂമിയുടെ സൃഷ്ടിച്ചത് ഇവരാണ്. അവസാനം അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പ്രത്യേകിച്ച് ചെയ്തത് ഈ പറഞ്ഞ പ്രജാപതി അഥവാ ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണൻ ജനിക്കുന്നു, കയ്യിൽ നിന്ന് ക്ഷത്രിയൻ ജനിക്കുന്നു, തുടയിൽ നിന്ന് വൈശ്യൻ ശ്രമിക്കുന്നു, കാലിൽ നിന്നും തിരിക്കുന്നു. ഇങ്ങനെയുള്ള കഥകളാണ്. ഈ കഥകളാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്, ഇന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഞാനിതിനെ സംബന്ധിച്ച് കാര്യമായ ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഈ പറഞ്ഞ രീതി അധകൃതരാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ തുടക്കം എവിടെ നിന്നാണ്? നമ്മളെന്താണ് ഈ പറഞ്ഞ പിന്നൊക്കെ ജാതി പട്ടികവർഗക്കാർ അധകൃതരാണോ വാസ്തവത്തിൽ?
ഇതിനെ സംബന്ധിച്ച് ഗവേഷണം ചെയ്യപ്പോൾ പുതിയ പുതിയ തെളിവുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് തുടക്കം 1921 ഹാരപ്പയിലും അതിന് തുടർന്ന് മോഹൻജദാരോയിലും നമ്മളുടെ ഇവിടുത്തെ ബ്രിട്ടീഷുകാരോട് ഭരിച്ച സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നാണ് കാര്യങ്ങളുടെ തുടക്കം. അത് കാര്യമായി വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ കണ്ടായിരുന്നു. എന്താണത്? ഹാരപ്പയിലും മോഹൻജദാരോയിലും വലിയ അടിപൊളിയായിട്ടുള്ള വെച്ചാൽ ഒരു സിവിലൈസേഷൻ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് നാഗരിക നന്നായിട്ട് ആസൂത്രണം ചെയ്ത നാഗരിക സംസ്കാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നാണ് അത് തുടക്കം. പക്ഷെ ഇപ്പോൾ 1900 ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ 2023 നമ്മുടെ ഗവേഷണം ഇവിടെ ചെന്ന് നിൽക്കുന്ന രാഖിഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നമ്മുടെ ഹരിയാനയിലെ ഹിസാറിലുള്ള രാഖിഗഡ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഗവേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത് എന്താണ്, നമ്മൾ ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരത്തിന് ഈ പറഞ്ഞ 4000 വർഷത്തിൻ്റെ പഴക്കമല്ല, അതിന് 12000 വർഷങ്ങൾക്ക് മുമ്പും നല്ല അടിപൊളിയായി ജീവിച്ചിരുന്നൊരു സംസ്കാരമാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ആ സംസ്കാരത്തിൻ്റെ ഉടമകൾ 4 കൂട്ടരാണ് പ്രധാനപ്പെട്ട ഉടമകൾ. ഒന്നാണ് പ്രോട്ടോ ആസ്ട്രോളോയിഡ്സ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്ത്യ ആ ചരിത്രം ഞാൻ പറയുമ്പോൾ അത് പിന്നെ നമ്മുടെ ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റിയൊക്കെ പറയണം. പക്ഷെ അതിലോട്ട് ഞാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ പറയാൻ വേണ്ടി പ്രോട്ടോ ആസ്ട്രോളോയിഡ്, മെഡിറ്ററേനിയൻ, നീഗ്രിറ്റോസ്, മംഗളോയിഡ്സ്, ഈ 4 ഗ്രൂപ്പിൽപ്പെട്ട ട്രൈബുകളാണ് നമ്മളിവിടെ 60000 വർഷങ്ങൾ തുടങ്ങി ജീവിച്ചിരുന്നത്. 60000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ഇന്ത്യയിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയുള്ളൂ. ആ സമയത്ത് വന്ന ആൾക്കാർ ആദ്യം വന്നത് നിഗ്രിറ്റസാണ്. നിഗ്രിറ്റസ് നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ആഫ്രിക്ക, ഇതൊക്കെറിയാമല്ലോ. ഈ പറഞ്ഞ ഭൂമിയിലെ മനുഷ്യരുടെ ഉത്ഭവം തന്നെ ആഫ്രിക്കയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ ആദ്യത്തെ കൂട്ടരാണ് നീഗ്രിറ്റോസ്. ആ നീഗ്രിറ്റോസ് കുറേ ആൾക്കാർ നമ്മളിവിടെ വന്ന് ചേർന്നു. ഇപ്പോഴും അവരിവിടെ നമ്മുടെ ഇവിടെയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ അവരിന്നും കാര്യമായി തന്നെ താമസിക്കുന്നുണ്ട്. പിന്നീട് വന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ രീതിയിൽ ആസ്ട്രോയിഡ്സ്, പ്രോട്ടോ ആസ്ട്രോയിഡ്സ്, പിന്നെ മെഡിറ്ററേനിയൻ, ഇവിടെ മംഗളോയിഡ്സ്. ഈ പറഞ്ഞ ഗ്രൂപ്പുകളാണ് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദിമ ജനത. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആദിമ ജനത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രോട്ടോ ആസ്ട്രോയിഡ്, നീഗ്രിറ്റോസ്, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ മംഗളോയിഡ്സ്, മെഡിറ്ററേനിയൻസ്, ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ആ കാലത്തെ പറ്റി ശരിക്കും നമ്മൾ അനലൈസ്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പറഞ്ഞ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ഈ പറഞ്ഞ ആധുനിക നാഗരിക, ലോകത്ത് തന്നെ ആധുനിക നാഗരിക സംസ്കാരം ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. അതിൻ്റെ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇതായിട്ട് വന്നിട്ടുള്ളത്. എല്ലായിടത്തും 1400 സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ പശ്ചിമ ഉത്തര മേഖലയിൽ, അതായത് സിന്ധു നദി പടർന്ന് ഇത് ചെയ്തിരുന്ന ആ മേഖലകളിൽ ഉണ്ടായിരുന്ന 1400 പ്രദേശങ്ങൾ കുഴിച്ചുണ്ടാക്കിയപ്പോൾ കിട്ടിയതാണ് ഈ പറഞ്ഞ ഇതിന് വലിയ നാഗരിക സംസ്കാരം. വലിയ നാഗരിക സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ആ പറഞ്ഞ ഡൽഹി നഗരത്തെക്കാളൊക്കെ വളരെ ഇതായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു നമ്മുടെ ആ പ്രദേശങ്ങൾ അക്കാലത്ത്. എത്ര 10000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് എന്നാണ്. അതിപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ 2023 നമ്മുടെ ഇവിടെ നടത്തിയ ഇവിടെ ഹരിയാനയിലെ രാഖിഗഡിൽ നടത്തിയതെന്ന് വ്യക്തമായതാണ്. അടുത്ത് മറ്റൊരു കാര്യം എടുത്തറിയേണ്ടത്, ആ ഗവേഷണത്തിൽ കണ്ടുപിടുത്തൊരു കാര്യം എന്താണെന്ന് അറിയുമോ? അവിടെ നിന്ന് മനുഷ്യരുടെ 2-3 ഇത് കിട്ടിയിരുന്നു ശരിയായിട്ടുള്ളവർ. അതിൽ നിന്ന് വ്യക്തമായത് ആ അസ്ഥിയുടെ അവകാശികൾ അഥവാ ഉടമസ്ഥകൾ ഈ പറഞ്ഞ നമ്മുടെ ദ്രവീഡിയൻ ഗോത്രത്തിൽപ്പെട്ട ഇരുള ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ്. ഇരുള ഗോത്രത്തിൽപ്പെട്ട എവിടെ? ഹരിയാനയിൽ. അതായത് ആ കാലത്ത് അവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ച് അല്ല ഇത് കടന്നത് ആൾക്കാരാരാണ്? ഈ പറഞ്ഞ അവിടെ ഈ ദ്രാവിഡ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു ഭൂരിഭാഗവും. അതിനുശേഷം അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ 1-2 വലിയ ഈ പറഞ്ഞ ഇത്
ശവക്കല്ലറകൾ ഇന്ന് ഇത് എടുത്ത് അതിൻ്റെ DNA ടെസ്റ്റ് പാസ്സായി. ഇപ്പോൾ 62ഓളം ആൾക്കാരുടെ ഇതിൽ നിന്ന് എടുത്ത DNA ടെസ്റ്റിൽ നിന്നും ബോധ്യമായത് എന്താണെന്ന് അറിയുമ്പോൾ ഈ പറഞ്ഞ അവിടെ താമസിച്ചിരുന്നവർ, അതായത് ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നവർ വാസ്തവത്തിൽ സൈന്ധവർ മാത്രമായിരുന്നു. അതിൽ ഒരാളുടെ ഒരു DNA പോലും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ആര്യന്മാരുടെ പൂർവികരുടെയോ അഥവാ ഇറാനിൽ നിന്ന് വന്ന ആൾക്കാരുടെയോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ആര്യന്മാർ ഈ സംബന്ധിച്ചിടത്തോളം ചരിത്രം അല്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കുന്ന ഭൂരിഭാഗം ഇതുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ഹിന്ദു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുന്നതാണ് ഈ പറഞ്ഞ ആര്യന്മാരുടെ അതാണ് ഇവിടുത്തെ ഉത്ഭവം എന്നാണ്. അതായത് നമ്മുടെ ഈ ലോകം ഈ പറഞ്ഞ ഇന്ത്യയുടെ ഉത്ഭവം തന്നെ എന്താണ്? ഈ ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവിൽ നിന്നും അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ഉണ്ടായതാണെന്നാണ് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല എന്ന് മാത്രമല്ല, അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്റ്റെപ്പി എന്ന് പറയുന്നത് ഇവർ വന്നത് ഈ പറഞ്ഞ ആര്യന്മാർ വന്നത് എവിടെ നിന്നാണെന്ന് പറയുമ്പോൾ അവർ ഇന്ത്യക്കാരല്ല. ആര്യന്മാർ വന്നത് എവിടെ നിന്നാണ്? അവർ ഒറിജിനലി ഉണ്ടായത് സൈബീരിയ എന്നാണ്. സൈബീരിയ നിങ്ങൾക്കറിയാം, നമ്മുടെ ഉത്തര ധ്രുവത്തിൻ്റെ അടുത്തുള്ള വലിയ മഞ്ഞ് കൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് സൈബീരിയ. ആ സൈബീരിയ എന്ന് വന്ന ആൾക്കാർ, പക്ഷെ അവരുടെ ഒരു കഷ്ണം പോലും, പക്ഷെ അവർ ഇവിടെ കയറി എന്താണെന്ന് പറയുമ്പോൾ BC 1750 മുതൽ 1500 കാലത്ത് മാത്രമാണ്. അതായത് ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3000-4000 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതിക്ക് ഇവിടെ ഇന്ത്യയിലെ ജനാധിപത്യം ഉണ്ടായിരുന്നതാണ് 60,000 വർഷങ്ങൾ മുമ്പ് വരെ ആണ് ഇവിടെ ജനവാസം തുടങ്ങിയത്. ആ ജനവാസത്തിൽ ഉണ്ടായ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ 4 കൂട്ടരാണ്. പക്ഷേ കഴിഞ്ഞ ഈ പറഞ്ഞ ഈ ഇതുവരെ 2010 വിചാരിച്ച് നമ്മൾ ഈ പറഞ്ഞ കൃഷി ചെയ്യാൻ പഠിച്ചത് ഈ പറഞ്ഞ ഇറാൻകാരിൽ നിന്നും മറ്റുള്ള ആൾക്കാരിൽ നിന്നുമാണ്. പക്ഷെ അതല്ല. കാര്യം എന്താണ്? ഈ പറഞ്ഞ രാഖികളിൽ നിന്ന് കിട്ടിയ ഇതിൽ നിന്ന് വ്യക്തമായി തെളിയുന്നത് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ കൃഷി പഠിച്ചത് നമ്മുടെ പൂർവികരാണ്. ആ പൂർവികരിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ നിന്ന് ആൾക്കാർ വന്നിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഇപ്പം സ്റ്റെപ്പി പ്രദേശത്ത് വന്ന ആര്യന്മാരെന്ന് പറയുന്ന ആൾക്കാർ അവർ വാസ്തവത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒറിജിനൽ ഇന്ത്യക്കാരല്ല. അവർ വന്നിട്ട് ഈ പറഞ്ഞ BC 1500 പീരീഡ് കാലഘട്ടങ്ങളിലാണ് അവർ വന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം വന്ന ആൾക്കാരേക്കാൾ മുമ്പ് വന്ന വിദേശികളാണ് ആര്? ഈ പറഞ്ഞ ആര്യന്മാർ. അവരുണ്ടാക്കിയതാണ് നമ്മൾ ഈ പറഞ്ഞവർ. ഇതിൽ ഈ പറഞ്ഞ ഹിന്ദു മതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യം ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇവിടെ അധിക കാലത്ത് ഈ പറഞ്ഞ കാലത്ത് അടിപൊളിയായിട്ടുള്ള 2 നില ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന വലിയതായിട്ട് ആസൂത്രണം ചെയ്ത റോഡുകളും മൈതാനങ്ങളും അതുപോലെ ഈ പറഞ്ഞ ആ റോഡുകളിലെ സൈഡിൽ കൂടി പോകുന്നത് എന്താണ്? ഡ്രെയിനേജ് സിസ്റ്റം പ്രത്യേകത എന്താണെന്ന് പറയുക? ഇന്നത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഓപ്പണാണ്. പക്ഷെ ആ ഡ്രെയിനേജ് സിസ്റ്റം അതല്ല, അത് കവർ ചെയ്തിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു. ഓരോ വീടിൻ്റെയും അടുക്കളയിൽ നിന്ന് പോകുന്ന വെള്ളം ഈ പറഞ്ഞ രീതിയിൽ അതിലെ ഡ്രെയിനേജ് വഴി എത്തി അത് ഈ പറഞ്ഞ രീതിയിൽ പുറത്ത് വളരെ സുന്ദരമായിട്ട് പോകുമായിരുന്നു. എന്ന് മാത്രമല്ല, ആ ഇടയ്ക്കിടയ്ക്ക് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പണിംഗ് സംഗതികളും ഈ പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലുള്ള ഈ ആർക്കിയോളജിക്കൽ സർവേ ഇത് ഈ പറഞ്ഞ മ്യൂസിയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാനിലുള്ള മ്യൂസിയത്തിലോ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ തെളിവുകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഥവാ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മുടെ സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആരാണ് നമ്മൾ? ഈ SC ST OBC വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നത് അവർ വാസ്തവത്തിൽ ഹിന്ദുക്കളാണോ? അവരുടെ ഒറിജിൻ എന്താണ്? അവരെങ്ങനെയാണ് ഈ പറഞ്ഞ SC ST OBC